അപ്പോഴേ ഇന്നുണ്ടല്ലോ നോക്കിയപ്പോൾ കറി വയ്ക്കാനൊന്നുമില്ലേ. അപ്പം ഞാൻ ഓർത്തു മീൻ എന്തേലും കിട്ടിയാൽ കൊള്ളായിരുന്നല്ലോ എന്ന്. അങ്ങനെ അഭിയത്തനോട് പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വരാടി ജോലി കഴിഞ്ഞ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാനും കൂടി വരാം, നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാമെന്ന് പറഞ്ഞേ. അത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് നടന്ന എല്ലാ സംഭവ ബഹുലമായ കഥകൾ. അപ്പം തന്നെ എനിക്കൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പം സമയം കുറച്ച് പോയി, അത് വേറെ കാര്യം. അങ്ങനെ കൊറിയറും വെയിറ്റ് ചെയ്ത് നമ്മുടെ മക്കൾക്കൊക്കെ ഫുഡും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. കൊറിയർ എത്തുന്നതിന് മുമ്പ് അഭിയത്തേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം എന്നോട് കാല് പിടിച്ച് പറഞ്ഞ, എടി ഈ സമയത്ത് പോയാൽ മീൻ കിട്ടത്തില്ല, നിന്റെ സൗകര്യത്തിന് നിന്നാൽ കിട്ടത്തില്ല, നമുക്ക് പോയി വേഗം മേടിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് കാല് പിടിച്ച് പറഞ്ഞതാ. ഞാൻ സമ്മതിച്ചില്ല, എൻ്റെ അഹങ്കാരം. അപ്പോൾ എനിക്കിതല്ല, ഇതിലപ്പുറം കിട്ടണം. അപ്പോൾ ഇതാ കണ്ടോളൂ, ഇതാണ് സാധനം ഞാൻ ഓർഡർ ചെയ്തത്. ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നേ, അതുകൊണ്ട് ആ ചേട്ടൻ തന്നെ എല്ലാം കിള്ളിപ്പറിച്ചു. എനിക്ക് കിള്ളിപ്പറിക്കാനുള്ള അവസരം കിട്ടിയില്ല. ലാസ്റ്റ് ഈ ബോക്സ് കിള്ളിപ്പറിച്ച് ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങ് തീർത്തു. എന്താണല്ലോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് നോക്കണതിന് മുമ്പ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൂട വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തൂത്ത് കളിക്കുമായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ക്യൂട്ട് ബോക്സിനകത്ത് കുഞ്ഞൊരു ചാർജറും ഒക്കെ ഉണ്ട്. എന്നാലും അടിപൊളി, കൊള്ളാം. അങ്ങനെ എൻ്റെ ഒരാഗ്രഹം കൂടി സാധിച്ചു കേട്ടോ. ഈ സാധനത്തിൻ്റെ ഇങ്ങനെ ഈ പൂട കാണുമ്പോൾ എനിക്കിങ്ങനെ തൊടാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാണേലും കൂടെയുള്ള സാധനം കിട്ടി, തരാം. ഇനി ഒരാഗ്രഹം കൂടെയുണ്ട്, സിൽവർ പ്ലേ ബട്ടൺ ഒന്ന് തൊടണം. അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്താണേലും വിലയൊന്നും നോക്കിയില്ല, 13.50 പൈസയായി. അപ്പം ഇത് അകത്തുകൊണ്ട് വെച്ച് നമുക്ക് വേഗം പോകാം. പോണതിന് മുമ്പ് ഭയങ്കര ദാഹമേ. അപ്പം കിട്ടിയ പാത്രത്തിൽ വെച്ച് വെള്ളം കുടിച്ചു. എല്ലാവരും വണ്ടിയൊക്കെ ഇരുന്ന് ഓണടി തുടങ്ങിയായിരുന്നു. ഞാൻ എന്താ ഈ പാമ്പ് പൊത്തിന്ന് തല നീട്ടിയിരിക്കണ പോലെ ഇരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ കൂടെ കടകളൊക്കെ നോക്കുമായിരുന്നു മീൻകട വല്ലതും ഉണ്ടോയെന്ന്. പക്ഷെ ഭാഗ്യത്തിനൊന്നും കിട്ടിയില്ല. രാത്രിയായില്ലേ. സാധനം ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു പച്ചക്കറി കടയിലായിരുന്നേ. വലിയ തൃപ്തിയൊന്നും ആയില്ല, എന്നാലും ഉള്ളതാവട്ടെ എന്നോർത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഈ മൈക്ക് മേടിച്ച് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് തൊണ്ട കാറി പൊളിച്ച് പറയാൻ വയ്യ. അതുകൊണ്ട് തന്നെ ആ തൊണ്ടവേദന വന്നപ്പോൾ പിന്നെ എൻ്റെ സൗണ്ടിന് ഹൈ പിച്ചിലേക്ക് അങ്ങ് പോണില്ല. എന്താണേലും കിട്ടിയല്ലോ, അത് മതി. ഉമ്മ പറഞ്ഞതാട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചു, അടുക്കി പറക്കിയൊക്കെ. പിന്നെ എനിക്കൊരു കുഞ്ഞ് കാപ്പി ഇട്ട് കുടിക്കാൻ ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ ഇട്ടു. ഒരു ഗ്ലാസ് അഭിയത്തേട്ടന് കൊണ്ട് കൊടുത്തു. പിന്നെ അടുത്ത പണിയിലേക്ക് കടന്നു. എന്താണെന്ന് വെച്ചാൽ അഭിയത്തേട്ടന് അടുത്ത മാസത്തേക്കുള്ള ഹൃദയവേദന വീട്ടിലേക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ അങ്ങനെ ലിസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.